ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അതിഥികളായത് മുഖപ്പം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി. KSIDCക്ക് CMRL എന്ന കമ്പനിയിൽ 13% ഓഹരിയുണ്ട്. ആ കമ്പനി കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 103 കോടി രൂപ പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം KSIDC ഡയറക്ടർ അറിയണം. എന്ത് സഹായമാണെന്നേ IT സഹായമാണെന്നേ വീണ വിജയൻ കൊടുത്തത്. ഈ എക്സലും ടാലിയും കൊടുക്കുന്നതിന് 1,72,00,000 രൂപ ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഈടാക്കുന്നില്ല എന്നിരിക്കെ ആ കണക്കാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ സംശയമുണ്ടാക്കിയത്. എക്സലും ടാലി എന്ന് അരുണിനോട് ആരാ പറഞ്ഞത്? ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ കരാറ് കണ്ടിട്ടില്ല. രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടായാൽ അരുൺ ആ കരാർ കണ്ടിട്ടുണ്ടോ? അല്ലല്ല, കൺസൾട്ടൻസിയിലെ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. CMRലെ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. എന്താണ് കൊടുത്തിരിക്കുന്ന സേവനം അവർക്ക് പലർക്കും അറിയില്ല. ഇവിടെ ആകെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇത്ര മാത്രമാണ് എന്ന് IT ഡിപ്പാർട്ട്മെന്റിലെ മേധാവികൾ പറയുന്ന മൊഴി നമ്മുടെ മുന്നിലുണ്ട്. ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ. അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. ഇത്രേ ഉള്ളു കാര്യം. റിപ്പോർട്ടറിന്റെ ഉടമസ്ഥന്മാർ വേറെടുത്തിരിക്കുന്നു. ആ ഉടമസ്ഥർ പറയാത്ത ഒരു കാര്യം അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് IT ഉദ്യോഗസ്ഥന്മാർ പറയിപ്പിക്കുന്നു. എന്നിട്ട് അത് വെള്ളക്കടലാസയിലാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ വെള്ളക്കടലാസയിൽ ഒരു PV ഇങ്ങനെ കുറെ സാധനം എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടെതാന്നൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വാറോലയാണ്. ശരി, ആ വാറോലക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്ര ശ്രമിച്ചാലും തെളിവിന്റെ ഒരു കണിക പോലും കിട്ടില്ലെന്നുള്ളതാണ് CPMന്റെ ആത്മവിശ്വാസം. ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നിട്ട് ഇനി എത്ര ശ്രമിച്ചാലും, കാരണം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന തരത്തിലുള്ള ഇതൊരു നടക്ക് പോണ മാതിരില്ല. വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ശരിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചൊരു വിജയമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസാണ്, അത് നിലനിൽക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അത് വേറൊരു കാര്യം. എന്താണെന്നറിയോ, ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച് പരാതിപ്പെടാത്തതെന്ത്? ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും ഇവർക്ക് പരാതിയില്ലാത്തതെന്ത്? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്ത കള്ളപ്പണത്തെക്കുറിച്ച്, സമുദായ നേതാക്കന്മാർ കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച്, അങ്ങനെ വരുന്ന 135 കോടി രൂപ മാപ്പാക്കി കൊടുത്തു, അതിനെക്കുറിച്ച് പരാതിയില്ലാത്തതെന്ത്? ഇതാണ് വിജിലൻസ് കോടതി ചോദിച്ചിരുന്നത്. ആണോ? ഭയങ്കര. അത് കുഴൽനാടന്റെ ഇരട്ടത്താപ്പാണ് എന്ന കാര്യം ഈ കോടതി, ഹൈക്കോടതി ഇപ്പൊ അത് രേഖപ്പെടുത്തുന്നില്ല. അത്രയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വാദം പൊളിക്കുന്നതാണ്. രാഷ്ട്രീയ ആരോപണ പ്രേരിതം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഹർജി എന്ന ആരോപണം പൊളിക്കുന്നതാണത്. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അല്ലല്ല, അവിടെ മനസ്സിലാക്കേണ്ടത് CPM ഈ കേസിൽ കക്ഷിയല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി അവരോട് ചോദിക്കാൻ പോയപ്പോ, ചാനലുകാർ ചോദിക്കാൻ പോയപ്പോ ഞങ്ങൾ ഒളിച്ചു പോണം. ഇതുപോലെ വിധി വന്ന് പ്രതിപക്ഷം തോറ്റ് പിന്നീട് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കൂട്ടത്തോടെ രംഗത്ത് വരികയും കോടതി വിധി വരുന്ന സമയത്ത് മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള രൂക്ഷമായ പരാമർശങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് CPM. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് വസ്തുത? മുഖ്യമന്ത്രിയുടെ മകള് ഒരു IT കമ്പനി നടത്തുന്നു. വിവിധ സ്ഥാപനങ്ങളുമായി അവർ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്പനിക്ക് ഒരു കരാർ കിട്ടിയാൽ ആ കരാർ ഓണർ ചെയ്യാൻ പറ്റുന്ന ജോലിക്കാരെ അവർ നിയമിക്കും. അങ്ങനെ ഒരു ജോലിക്കാരെ നിയമിച്ചത്, അതിന്റെ ഭാഗമായി ശമ്പളം കൊടുത്തത് അടക്കം എന്തെല്ലാം രേഖകൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അല്ലല്ല, തൽക്കുമാർ, എനിക്കൊരു സംശയമുള്ളത്, ഈ പൊതുസമൂഹത്തിൽ ഒരു വലിയ സംശയമായി മാറുന്നത് 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണല്ലോ. കമ്പനി വാർഷിക പരിപാലന കരാർ എന്നതിന്റെ പേരിൽ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റും കൺസൾട്ടൻസിയും CMRLുമായി ഏർപ്പെടുന്നത്. ഇതിൽ വീണ വിജയന് മാത്രം 5 ലക്ഷം രൂപ കൊടുത്തു, മാസം കൊടുത്തു. അതെന്തിന്? അതെ, ഞാൻ പറയുന്നത് നിങ്ങളും ദയവായി കേൾക്കൂ.
ഒരു മാധ്യമം, ഒരു സ്ഥാപനം ഒരു കരാർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ജോലിക്കാരടക്കം ആളുകളെ നിയമിക്കുമല്ലോ. ബാക്കി പറ. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ ഒരു പാലം പണിക്ക് ടെൻഡർ എടുത്താൽ ആ പാലം പണി നടത്താനുള്ള ജോലിക്കാരെ അയാൾ നിയമിക്കത്തില്ലേ? ഇവരും അങ്ങനെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? അതാണ് രേഖ കൊടുക്കാതെയാണോ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് 5 ലക്ഷം രൂപ പക്ഷേ ചെയ്യാത്ത സേവനത്തിന് കൊടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. പറയട്ടെ, നിങ്ങൾ കേൾക്കണില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് തന്നെ പ്രതിപക്ഷത്തിന്. ആ പ്രതിപക്ഷത്തിനുള്ള മറുപടി പറയട്ടെ. ഒന്ന്, ജന്മഭൂമിക്കാരന്റെ ആ മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിന് വേണ്ടിയാണോ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ കമ്പനി അഭിനന്ദിച്ച് മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിനാണോ? രണ്ടാമത്തെ എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ കോൺഗ്രസ് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അല്ല, ജന്മഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ആരോപണം അനിൽകുമാർ ഇപ്പോഴാണല്ലോ പറയുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജന്മഭൂമിക്കോ BJPക്കോ ബന്ധപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എത്രമാത്രം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമായിരുന്നു. അപ്പോ യാതൊരു വിധത്തിലും അന്ന് പറയാതെ ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. ഇതിപ്പോ ഞാൻ ഇത് ഒത്തുകളിയാണെന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുന്ന മറ്റൊരു തന്ത്രം എന്നല്ലാതെ അതിനപ്പുറം ഒരു കാര്യവും ഇല്ലത്. പ്രതികൃതിച്ച് എഴുതിയിട്ടില്ല എന്നൊരു വാദം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഖണ്ഡിക്കാം. ഞാൻ ചാനൽ ചർച്ചകളിൽ 50 തവണയെങ്കിലും പറയട്ടെ, 50 തവണയെങ്കിലും ഉന്നയിച്ച കാര്യമാണിത്. എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഭയങ്കരം തന്നെ. ഹരിയസ് കർത്താവ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ജന്മഭൂമിയുടെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചാണ് ഞാൻ വർത്താനം പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാത്തിടത്തോളം കാലം താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അവിടെ ഹരിയസ് കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് പറയാത്തിടത്തോളം കാലം താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ എന്തെന്ന് ഞാൻ പറയാം. ഈ ജന്മഭൂമി പത്രത്തിൽ ഒരു തവണ ഈ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അവധിയായിരുന്നപ്പോൾ മുഖപ്രസംഗം വന്നു, അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം സംഭവിച്ചത് അദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.